ഒരിക്കൽ കൂടി ജയിലിൽ പോകാൻ തയ്യാറെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിൽ റോഡ് തടസ്സപ്പെടുത്തിയതിന് പോലീസ് നോട്ടീസ് നൽകിയത് പരാമർശിച്ചാണ് MV ജയരാജന്റെ പ്രതികരണം. സമരത്തിൽ 10,000 പങ്കെടുത്താൽ വഴി തടസ്സപ്പെടും. യാത്രയ്ക്ക് വഴി വേറെയുണ്ട്. കണ്ണൂരിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെ ഇല്ലെന്നും ജയരാജൻ പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തങ്ങൾക്ക് നോട്ടീസ് നൽകിയതെന്ന് അറിയാമെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. കേന്ദ്രം കേരളത്തിന് സഹായം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടാൽ സമരം ആവശ്യമുണ്ടാകില്ല. 10,000 പങ്കെടുത്താൽ വഴി തടസ്സപ്പെടും. യാത്രയ്ക്ക് വഴി വേറെയുണ്ട്. ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെയില്ലെന്നും MV ജയരാജൻ പറഞ്ഞു. എനിക്കൊരു നോട്ടീസ് പോലീസ് നൽകിയിട്ടുണ്ടായി. പോലീസിനെ കൊണ്ട് അത് ചെയ്യിച്ചത് കോടതിയാണെന്നറിയാം. ജുഡീഷ്യറിയോടുള്ള ബഹുമാനമെല്ലാം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഇവിടെ ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസ്, അതിന് മുമ്പിൽ 10,000 പങ്കെടുത്താൽ സ്വാഭാവികമായും ഈ റോഡ് ആകെ ജനങ്ങൾ അണിനിരന്ന് കഴിയും. അപ്പോ ഇതുവഴിയുള്ള യാത്രക്ക് തടസ്സമുണ്ടാവും. യാത്രാ മാർഗങ്ങൾ വേറെയുണ്ട്, ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെയില്ല. അപ്പൊ യാത്രാ മാർഗങ്ങൾ മറ്റിടങ്ങളിലേക്ക് ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുക എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്തോ പൗരാവകാശ ലംഘനമായിട്ട് ചിലർ വ്യാഖ്യാനിക്കുകയാണ്. ചാനലുകൾ ഇതെല്ലാം പകർത്തുന്നുണ്ട്. ജഡ്ജിമാരെ പ്രകോപിപ്പിക്കാനാണ് എല്ലാം പകർത്തുന്നത്. ഇതേ സ്ഥലത്ത് 25 പേർക്ക് മുന്നിൽ താൻ നടത്തിയ ഒരു പ്രസംഗമാണ് ചാനലുകാർ വാർത്തയാക്കിയത്. അതിനാണ് തനിക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത്. ഈ ചൂടുകാലത്ത് ഇനിയും ജയിലിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെന്നും MV ജയരാജൻ. ഇതെല്ലാം ഇവരിപ്പോ പകർത്തുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞാൽ ചാനലിൽ കാണും. ആ ജഡ്ജിമാരെ പ്രകോപിപ്പിക്കാൻ, എന്നിട്ട് നമ്മളെ അകത്താക്കാൻ ഒരു കാര്യം ഇവരോട് പറഞ്ഞേക്കാം. പണ്ട് ഇതേ സ്ഥലത്ത് ഞാൻ 25 ആളോട് പ്രസംഗിച്ചതാണ്. ആ ചാനലുകാരും വലിയ വാർത്തയാക്കി എന്നെ ജയിലിൽ അയച്ചത്. ആ ചാനലുകാരോട് പറഞ്ഞേക്കാം, ഒരിക്കൽ കൂടി ഈ ചൂടുകാലത്ത് ജയിലിൽ പോകാൻ ആഗ്രഹിക്കുകയാണ്. കേന്ദ്രം ഈ രീതിയിൽ അവഗണനയുമായി മുന്നോട്ടു പോയാൽ സമരമല്ലാതെ CPMന് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. സമരം രാജ്യത്ത് നിരോധിച്ചിട്ടുമില്ല. ആ നിലയിൽ സമരവുമായി മുന്നോട്ടു പോവുക തന്നെ ചെയ്യുമെന്നും MV ജയരാജൻ പറഞ്ഞു. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു MV ജയരാജൻ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.